നമ്മോടൊപ്പം ചേരുകയാണ്. ചേട്ടാ, എന്തായിരുന്നു സംഭവം? തൊട്ട് ബാക്കിൽ തന്നെ ഞാൻ ഉണ്ടായത്. ഈ വണ്ടി വേറൊരു കാലി അശോക് ലേലാൻഡ് വണ്ടിയായിട്ട് മത്സരിച്ച് വന്നതാണ്. അവിടെ നിന്നുള്ള സ്ട്രെയിറ്റ് റോഡിൽ നിന്ന് കാല് കൊടുത്താ പിന്നെ പുള്ളി കാലെടുത്തില്ല. അതേ വളവിൽ ആ ഒടിവില്ലേ, ആ ഒടിവ് സംഭവിച്ച സമയത്ത് തന്നെ അതിൽ ലോക്കായി. ആ ഒരു ടാറിങ്ങിന്റെ കട്ടിങ് ഉണ്ട്. ആ കട്ടിങ്ങിൽ വണ്ടി ലോക്കായപ്പോഴത്തേക്കും പുള്ളിയുടെ കയ്യിൽ നിന്ന് പോയതാണ്. ഇത് അമിത വേഗതയാണോ അപകടം? വണ്ടി അമിത വേഗതമായിരുന്നു. വേഗത മാത്രമല്ല, പുള്ളി ഒരു തരം ക്രൈസ് ആണ് കാണിച്ചത് വണ്ടിയില. അതായത് ഈ നാട്ടുകാരുൾപ്പെടെ നമ്മൾ പ്രതികരണം ഇപ്പോൾ തേടിയിരുന്നു. അമിത വേഗത, ഈ വണ്ടി വളരെ മുമ്പ് തന്നെ വലിയ തോതിൽ ഒരു മത്സര ഓട്ടം നടത്തി, ടൂറിസ്റ്റ് ബസ് മറ്റൊരു വാഹനവുമായി മത്സര ഓട്ടം നടത്തിയെന്നാണ് ഈ നാട്ടുകാരിൽ ഒരാൾ ഇപ്പോൾ നമ്മളോട് പറഞ്ഞത്. അത്തരത്തിൽ അമിത വേഗതയാണ് ഈ അപകടത്തിന് കാരണമെന്നാണ് ഈ അപകടം കണ്ട ഈ വണ്ടി ഈ ടൂറിസ്റ്റ് ബസ് മറിയുന്നത് കണ്ട ഒരു ദൃക്സാക്ഷി എന്തായാലും പറയുന്നത്. ഈ പ്രദേശത്ത് വലിയൊരു സംഘർഷ സാധ്യത നിലനിൽക്കുന്ന ഒരു സംശയമുണ്ട്. കാരണം നാട്ടുകാരുൾപ്പെടെ അവരെ മാറ്റുന്നതിൽ വലിയ പ്രശ്നമുണ്ടാക്കുന്നു. അവിടെ ഈ നാട്ടുകാർ തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട്. പോലീസ് ഉൾപ്പെടെ അവരെ ഇടപെട്ട് തണുപ്പിക്കാനുള്ള ശ്രമം നടത്തുന്നു. ഈ ആളുകളെ പ്രദേശത്ത് നിന്ന് മാറ്റുന്നതുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിലൊരു തർക്കം എന്നാണ് നമ്മൾ കരുതുന്നത്. എന്തായാലും നാട്ടുകാർ തമ്മിൽ ഒരു അപകട സ്ഥലത്ത് ഒരു വാക്ക് തർക്കത്തിലേക്ക് കടക്കുന്നു. ആളുകളെ അപകട സ്ഥലത്ത് നിന്ന് മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് ഇല്ലെങ്കിൽ അവിടെ നിന്ന് മാറ്റി നിർത്തുന്നതുമായി ബന്ധപ്പെട്ടൊക്കെയാണ് ആളുകൾ തമ്മിൽ തർക്കമുണ്ടാകുന്നത്. ഇതൊരു സംഘർഷം ഉണ്ടാക്കേണ്ട സ്ഥലമല്ല, അതിനപ്പുറത്തേക്ക് ആളുകളെ രക്ഷിക്കാൻ. തീർച്ചയായും ജയശങ്കർ, അത്തരത്തിൽ വാക്കുതർക്കം ഉണ്ടാകേണ്ട ഒരു സമയവുമല്ല ഇത്. രാത്രി ആയിരിക്കുന്നു, അതുകൊണ്ട് തന്നെ കൂടുതൽ വെളിച്ചവും സംവിധാനവും ഒക്കെ ഇവിടേക്ക് എത്തിക്കേണ്ടതുണ്ട്. ആളുകളെല്ലാവരെയും ബസ്സിൽ നിന്ന് മാറ്റി എന്ന് പറയുമ്പോഴും ബസ്സിനടിയിൽ ആരെങ്കിലും കൂടിയിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തുന്നത്. JCB എത്തിച്ചിട്ടുണ്ട്, ഇപ്പം ക്രെയിനും എത്തിച്ചിട്ടുണ്ട്. ഈ ബസ് ഉയർത്താനാണ് ശ്രമിക്കുന്നത് അധികൃതർ. പോലീസും ഫയർഫോഴ്സും ഉൾപ്പെടെ അവിടെയുണ്ട്. അല്പസമയം മുൻപ് ഫയർഫോഴ്സ് ആ റോഡ് ക്ലീൻ ചെയ്യുന്നത് നമ്മൾ കണ്ടിരുന്നു. എല്ലാവരെയും ആ ബസ്സിൽ നിന്ന് രക്ഷപ്പെടുത്തി എന്ന് പറയുമ്പോഴും സങ്കടകരമായ വാർത്ത, ഒരാൾക്ക് ജീവൻ നഷ്ടമായിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ആ ബസ് ഉയർത്തി കൂടുതൽ പരിശോധന നടത്താനുള്ള ശ്രമത്തിലേക്ക് കടക്കുകയാണ്. അതിനായി അവിടെ നിന്നും തടിച്ചുകൂടിയിരിക്കുന്ന ആളുകളെ മാറ്റുന്നതിന്റെ ദൃശ്യങ്ങൾ കൂടിയാണ് നമ്മൾ കാണുന്നത്. രാത്രി 10:20ഓടെയാണ് ഈ അപകടം ഉണ്ടായത്. വളരെ വേഗം തന്നെ രക്ഷാപ്രവർത്തനം നടത്താൻ സാധിച്ചു. അതിൽ നാട്ടുകാരുടെ പങ്ക് വളരെ വലുതാണ്. ഒപ്പം തന്നെ പെട്ടെന്ന് തന്നെ പോലീസും ഫയർഫോഴ്സും എത്തിയതും ഈ അപകടത്തിന്റെ തീവ്രത കുറച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ കാഷ്വാലിറ്റി കുറച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഉടൻ തന്നെ പരിക്കേറ്റവരെ എല്ലാവരെയും ആശുപത്രിയിലേക്ക് മാറ്റാൻ സാധിച്ചിട്ടുണ്ട്. രാത്രി യാത്രയാണ്, സ്വാഭാവികമായും ബസ്സിലുള്ളവർ മിക്കവരും ഉറക്കത്തിലാകാനുള്ള സാധ്യതയുമുണ്ട്. അതോടൊപ്പം തന്നെ ഈ അപകടമുണ്ടായത് എങ്ങനെയെന്നൊരു ദൃക്സാക്ഷി അല്പസമയം മുൻപ് 24-നോട് പറഞ്ഞിരുന്നു. ബസ് അമിത വേഗത്തിലാണ് വന്നത്. ഒരു ലോറിയുമായി മത്സരിച്ച ഓടിയാണ് ഈ ബസ് എത്തിയത്. അങ്ങനെ ഡ്രൈവറുടെ കയ്യിൽ നിന്നും ബസ് തെന്നി മാറിയാണ് ഇത്തരത്തിലൊരു അപകടമുണ്ടായതെന്നാണ് ദൃക്സാക്ഷി പറഞ്ഞത്. എന്തായാലും ഇതിൽ കൂടുതൽ വ്യക്തത വരുത്തേണ്ടത് മോട്ടോർ വാഹന വകുപ്പാണ്. പരിശോധനയ്ക്ക് ശേഷം മാത്രമേ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാവുകയുള്ളൂ. AV ജയശങ്കർ ചേരുന്നുണ്ട്. ജയശങ്കർ, അവിടെ നിന്ന് ആളുകളെ എല്ലാവരെയും മാറ്റിയിട്ടുണ്ടോ? ഇപ്പോൾ ബസ് ഉയർത്താനുള്ള നടപടികളിലേക്ക് തന്നെ കടക്കുന്നുവെന്നാണ് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. വിവരങ്ങൾ. അതായത് പരമാവധി ആളുകളെ ഈ ബസ്സിനടുത്ത് നിന്ന് മാറ്റാനുള്ള ശ്രമമാണ് നിലവിൽ ഫയർഫോഴ്സും പോലീസും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആളുകൾ പരമാവധി ബസ്സിനടുത്തേക്ക് എത്താനുള്ള ഒരു ശ്രമം ആളുകളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. പക്ഷേ പോലീസും ഫയർഫോഴ്സും കൃത്യമായ ഇടപെടലിലൂടെ ആളുകളെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. നിലവിൽ ഈ ബസ് ഉയർത്തുക എന്നതാണ് ഫയർഫോഴ്സിന്റെയും പോലീസിന്റെയും ഒരു നടപടിക്രമം. കാരണം ഈ ബസ് ഉയർത്തി ഇതിൽ പരിശോധന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്താനുണ്ട്. ഇതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായി പുനഃസ്ഥാപിക്കാനുണ്ട്. കാരണം ഇതൊരു പ്രധാന പാത അല്ലെങ്കിൽ പോലും നിരവധി വാഹനങ്ങൾ കടന്നു പോകുന്ന ഒരു പാതയാണ്. അതുകൊണ്ട് തന്നെ ഈ ബസ് ഉയർത്തി ഇതിൽ പരിശോധന ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കാനുണ്ട്. നിലവിൽ ഫയർഫോഴ്സും പോലീസ് ഉദ്യോഗസ്ഥരും ഈ ബസ്സിൽ പ്രാഥമിക പരിശോധന നടത്തുന്നുണ്ട് ഒരു ഭാഗത്ത്. മറ്റൊരു ഭാഗത്ത് ഈ ബസ്സിൽ ബെൽറ്റ് ഉൾപ്പെടെ ഘടിപ്പിച്ചുകൊണ്ട് ക്രെയിനും JCB ഉൾപ്പെടെ ഉപയോഗിച്ച ഈ വാഹനം ഉയർത്താനുള്ള ഒരു ശ്രമമാണ് ഫയർഫോഴ്സിന്റെയും പോലീസിന്റെയും ഭാഗത്ത് നടത്തുന്നത്.